അപ്പോൾ ഇനി കാസർഗോട്ടേക്ക് അവിടെ ശൈശവവിവാഹവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. കാസർഗോഡ് ശൈശവ വിവാഹത്തിനിരയായ പെൺകുട്ടിയെ സർക്കാരിന്റെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന് ബാലാവകാശ കമ്മീഷനിൽ പരാതി. കുറ്റക്കാരുടെ സംരക്ഷണയിൽ താമസിക്കുന്നത് ഒഴിവാക്കണമെന്നതാണ് ആവശ്യം. പിതാവ് അടക്കമുള്ള പ്രതികൾക്കൊപ്പമാണ് പെൺകുട്ടി നിലവിൽ കഴിയുന്നത്. അതേസമയം തന്നെ വിവാഹം നടന്നതിന്റെ തെളിവുകൾ ഓരോന്നും നശിപ്പിച്ച് കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന ആരോപണവും ശക്തമാണ്. വിവരങ്ങളുമായി രമ്യദാസ് ചേരുകയാണ്. രമ്യ, ഈ കുറ്റക്കാർക്കൊപ്പം ഉള്ള പെൺകുട്ടിയുടെ ജീവിതം അത് ഈ തെളിവുകൾ പൂർണ്ണമായും നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയെ സ്വാധീനിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും ശൈശവ വിവാഹമാണ് നടന്നത്. അത് ഇനി എത്ര കണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചാലും നടന്നതൊന്നും ഇല്ലാതെയാവുകയുമില്ല. എന്താണ് നിലവിലത്തെ സാഹചര്യം? രാഖി, രോഹിണി, നിലവിൽ രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗുരുതരമായ ഒരു കുറ്റം തന്നെയാണ് ബാലവിവാഹം എന്നുള്ളത്. ഇത് തന്നെയാണ് കാസർഗോഡ് ഈ 16-കാരി, ഈ ശൈശവവിവാഹം നടന്ന 16-കാരി നിലവിൽ ഇപ്പോൾ താമസിക്കുന്നത് പ്രതികൾക്കൊപ്പമാണ്. അതായത് പിതാവും ഉൾപ്പെടെ 4 പേരാണ് ഈ കേസിൽ പ്രതികൾ. ഇവർക്കൊപ്പമാണ്. അതായത് ഇതിൽ വരൻ വിദേശത്തേക്ക് കടന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുമ്പോഴും പിതാവ് ഉൾപ്പെടെ മറ്റു പ്രതികൾ ഈ കുട്ടിക്കൊപ്പം തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും രാഖി നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ്. കാരണം ഈ കുട്ടിയെ സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൊഴി മാറ്റിക്കൊണ്ട് ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ കുട്ടിയെ ഈ പ്രതികളിൽ നിന്നും മാറ്റി നിർത്തി സർക്കാരിൻ്റെ ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഈ കുട്ടിയെ മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നത്. അത്തരത്തിൽ തന്നെയാണ് ബാലാവകാശ കമ്മീഷനിലേക്ക് ഒരു പരാതിയും ലഭിച്ചിട്ടുള്ളത്. അതായത് ഈ കുട്ടിയെ ഈ പ്രതികളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് സർക്കാരിൻ്റെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. കാരണം ഈ കുട്ടിയെ സ്വാധീനിക്കുക, ഇത്തരത്തിൽ മൊഴി മാറ്റുക തുടങ്ങിയ കാര്യങ്ങളിലേക്കാവും ഈ പ്രതികൾ ഉൾപ്പെടെ നീങ്ങുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ പ്രതികളെ സംരക്ഷിക്കുന്ന മൊഴി ഈ കുട്ടിയിൽ നിന്നും ശേഖരിച്ച് ഈ പ്രതികളെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ മൊഴി കുട്ടിയിൽ നിന്നും സ്വീകരിച്ച് ഈ കേസ് ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നോക്കൂ. കാരണം കുറ്റക്കാർക്കൊപ്പമാണ് ആ പെൺകുട്ടി ഇപ്പോഴും കഴിയുന്നത് എന്നുള്ളതാണ്. ആ പെൺകുട്ടി ഒരു കാരണവശാലും സുരക്ഷിതയല്ല എന്നുള്ളത് ഈ ശൈശവവിവാഹത്തോടു കൂടി തന്നെ ബോധ്യമായ കാര്യം. എന്നിട്ടും ആ പെൺകുട്ടി കഴിയുന്നത് കുറ്റക്കാർക്കൊപ്പമാണ്, പ്രതികൾക്കൊപ്പമാണ് എന്നുള്ളതാണ്.